എൻ്റെ DMTയുടെ ട്രെയിനിങ് ആട്ടോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഒരു 1 വീക്ക് ആണ് നമ്മുടെ ട്രെയിനിങ് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസത്തെയും കൂടിയിട്ട് ഞാനൊരു ചുരുക്ക വീഡിയോ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് EFR പഠിക്കുന്ന പോലെ, നമുക്ക് സ്കൂബ ഡൈവിങ്ങിൽ നമ്മൾ EFR പഠിക്കുന്നതിൻ്റെ പോലെ തന്നെ കുറച്ചും കൂടിയും കാര്യങ്ങൾ നമ്മൾ DMTയിൽ പഠിക്കുന്നുണ്ട്, മെഡിക്കൽ ടെക്നീഷ്യനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് EFR സബ്ജക്റ്റ്, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ DMT എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് EFR പഠിക്കുമ്പോൾ, ഞാൻ സ്കൂബ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കുണ്ടായിരിക്കും, എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ EFR പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഞാൻ എൻ്റെ അഡ്വാൻസ് കഴിഞ്ഞിട്ട് EFR പഠിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു പൊലിവാണല്ലോ നമുക്ക്. നമ്മളെക്കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കോളത്ത് ഞാനും വേറെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ പെട്ടെന്നൊരു ആംബുലൻസ് പോയി. അപ്പോൾ ആ വഴിക്ക് അങ്ങനെ ആംബുലൻസ് പോകാത്ത, അപ്പോൾ ഞങ്ങൾ ചായക്കടയിൽ നിന്ന് ഇറങ്ങി ഓടി, രണ്ടുപേരും ഇതിൻ്റെ ആംബുലൻസിൻ്റെ പുറകിൽ ഓടിപ്പോയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ കോവളം സൈഡിൽ ഒരു ചെറിയൊരു എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം അങ്ങോട്ട് പോണത്. അവിടെ ഒരു ലേഡിയും ഒരു ചെക്കനും വന്നിട്ട്, ആ ലേഡി ആ പാറയുടെ മേലിൽ നിന്ന് താഴേക്ക് വീണിട്ട് അതിനെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ നമ്മളിങ്ങനെ എമർജൻസി റെസ്പോണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങി. അപ്പോൾ അവർ ചോദിച്ചാൽ ഓക്കെ, നമുക്ക് വല്ലതും അറിയാമെന്നുള്ള രീതിയിൽ അറിയൊക്കെ ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമുക്ക് ആ ഒരു റെസ്പെക്റ്റ്, നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാതെ. അങ്ങനെ ഒരു ആംബുലൻസിലൊക്കെ കയറ്റി പറഞ്ഞയച്ച് നമ്മൾ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നമ്പറൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുണ്ട് ആ പയ്യൻ്റെ മെസ്സേജ് അയക്കുന്നത്, താങ്ക് യു നിങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തേന്നൊക്കെ ചോദിച്ചിട്ടാണ്, എന്താണ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെ ഉണ്ട്. അപ്പോൾ അമ്മയല്ല, അത് മറ്റേ ഏത് മനസ്സിലായോ, എൻ്റെ ദൈവം. എന്നിട്ട് അതിന് നന്ദി പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻസിഡൻറ്റ് കേട്ടോ. അതെനിക്ക് ഇപ്പോഴും ഞാനത് ഓർത്ത് വയ്ക്കും. അന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി അവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനൊരു ഇൻസിഡൻറ്റും കൂടി ഉണ്ടായി. അപ്പം ഞങ്ങൾ അവർക്കൊരു രക്ഷകനായി മാറി അന്ന്.